പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം ഇന്ന് ആരംഭിക്കുകയാണ്. ഇടക്കാല ബജറ്റ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ നാളെ അവതരിപ്പിക്കും ലോക്സഭയിലും പാർലമെന്റിൽ. ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി പ്രതിപക്ഷ കക്ഷികളുടെ യോഗം ഇന്ന് രാവിലെ ചേരും. ഡൽഹിയിൽ നിന്ന് തണുപ്പിന്റെ ഉള്ളിൽ നിന്ന് ഉറഞ്ഞു കുറയാതെ നിൽക്കുന്ന നമ്മുടെ പ്രതിനിധി ആർ രാധാകൃഷ്ണൻ തത്സമയം ചേരുന്നു. രാധാകൃഷ്ണൻ, ഗുഡ് മോർണിംഗ്. രാധാകൃഷ്ണൻ, ഡൽഹിയിലെ തണുപ്പിൽ മരവിച്ച് നിൽക്കുകയാണ്. രാധാകൃഷ്ണൻ അറിയാം, എന്നാലും എനിക്കറിയാം പുറത്തോട്ട് ശബ്ദം വരാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണ്. എത്രയാണ് തണുപ്പ്, എങ്ങനെയാണ് കാര്യങ്ങൾ? വല്ലാതെ തണുത്ത് വിറയ്ക്കുന്നുണ്ടോ? നല്ല തണുപ്പുണ്ട്. ഡൽഹിയിൽ നല്ല തണുപ്പാണ് ഇന്നും ഉള്ളത്. ഈ മഞ്ഞ് എല്ലായിടങ്ങളിലും വലിയ രീതിയിൽ ബാധിച്ചു നിൽക്കുന്നു. ഞാൻ ഈ നിൽക്കുന്ന സ്ഥലം പോലും നമുക്ക് ദൃശ്യമാകാത്ത രീതിയിലാണ് ഈ തണുപ്പ് അഥവാ മഞ്ഞ് ബാധിച്ചിരിക്കുന്നത്. ഞാൻ ഈ നിൽക്കുന്നത് പാർലമെന്റിന് തൊട്ട് മുമ്പിലാണ്. SKN പാർലമെന്റ് അവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ വിശ്വസിക്കാനായിട്ട് പ്രയാസമായിരിക്കും. അത്ര ദൃശ്യപരിധി കുറയുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. നമ്മുടെ ഈ പാർലമെന്റിന്റെ ബഡ്ജറ്റ് സമ്മേളനം ഇന്ന് ആരംഭിക്കുകയാണ്. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ സുരക്ഷാ സൈനിക അംഗങ്ങൾക്ക് വലിയ വെല്ലുവിളി സൃഷ്ടിക്കുന്ന വിധത്തിലാണ് ഈ പുകമഞ്ഞ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത്. എവിടെ നിൽക്കുന്നു അല്ലെങ്കിൽ അടുത്തുള്ള ആളിനെ പോലും അവർക്ക് തിരിച്ചറിയാനായിട്ട് പറ്റാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇത് ഈ വിജയ് ചോക്ക് അടക്കമുള്ള മേഖലകളിലെല്ലാം ഒരുപക്ഷെ ഈ രാഷ്ട്രപതി ഭവൻ അടക്കമുള്ള നോർത്ത് സൗത്ത് ബ്ലോക്കുകൾ അടക്കമുള്ള എല്ലാ മേഖലകളിലും ഈ നോർത്ത് സൗത്ത് ബ്ലോക്കൊന്നും അങ്ങോട്ടേക്ക് ഒരു വഴിയുണ്ടെന്ന് പോലും കാണാൻ പറ്റാത്ത വിധത്തിൽ മഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ആൾക്കാർ വണ്ടി ഓടിക്കും, മുന്നേ വരുന്ന വാഹനം കാണാൻ പറ്റില്ല. എല്ലാ സ്ഥലങ്ങളിലും ഇതാണ്. തീർച്ചയായിട്ടും വലിയ ബുദ്ധിമുട്ടാണ് SKN. ഒരുപക്ഷെ നമുക്ക് ഈ തൊട്ടു മുന്നിൽ നമ്മുടെ സൈനിക അംഗങ്ങളുടെ വാഹനങ്ങൾ അവിടെ പാർക്ക് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷെ അത് ആ വെളിച്ചം അവരുടെ ആ മുകളിലുള്ള ഹെഡ്ലൈറ്റ് മാത്രം പ്രകാശിക്കുന്നത് കൊണ്ടാണ് അവരവിടെ ഉണ്ട് എന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. മറ്റെല്ലാ വിധത്തിലും ഒരുപക്ഷെ അവരവിടെ ഉണ്ട് എന്ന് പോലും അറിയാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. ദേശീയപാതയിലൊക്കെ വാഹനങ്ങൾ പലയിടത്തും നിർത്തിയിട്ടിരിക്കുകയാണ്. മുന്നോട്ട് നീങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് ഡൽഹി ഉള്ളത്. ഡൽഹിയിലെ എല്ലാ സ്ഥലങ്ങളിലും വിമാന സർവീസുകളെയൊക്കെ അടക്കെ ബാധിച്ചിരിക്കുകയാണ്. അങ്ങനെ വലിയ ബുദ്ധിമുട്ടിലാണ് ഒരുപക്ഷെ ഡൽഹിയെ സംബന്ധിച്ച് ഇന്നത്തെ ഈ പ്രഭാതം. കനത്ത മൂടൽമഞ്ഞിനുള്ളിൽ ഡൽഹി കഴിയുകയാണ്. ആ സമയത്താണ് കേന്ദ്ര ബഡ്ജറ്റിന് മുന്നോടിയായിട്ട് പാർലമെന്റ് സമ്മേളനം ഇന്ന് തുടങ്ങുന്നത്. രാഷ്ട്രപതി സംയുക്ത സമ്മേളനത്തെ ഇന്ന് അഭിസംബോധന ചെയ്യും. സഭാ സമ്മേളനം സുഗമമാക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ നടപടികളും സ്വീകരിക്കാനാണ് കേന്ദ്ര സർക്കാർ തീരുമാനം. ഇതിനു വേണ്ടിയിട്ട് പ്രതിപക്ഷ MPമാരുടെ സസ്പെൻഷൻ അടക്കം പിൻവലിച്ചുകൊണ്ടാണ് അവർ നടപടി സ്വീകരിച്ചിട്ടുള്ളത്. 11 മണിയോടുകൂടി സഭയിലേക്ക് രാഷ്ട്രപതി എത്തും. രാഷ്ട്രപതി എത്തിയതിനു ശേഷം നയപ്രഖ്യാപനം ഉണ്ടാകും. ഇത്തവണത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം സാമ്പത്തിക സർവേ സഭയുടെ മേശപ്പുറത്ത് വയ്ക്കുന്നില്ല എന്നുള്ളതാണ്. സാമ്പത്തിക സർവേ മേശപ്പുറത്ത് വയ്ക്കാത്തതിന് കാരണമായിട്ട് സർക്കാർ പറയുന്നത് ഇടക്കാല ബഡ്ജറ്റാണ് അവതരിപ്പിക്കുന്നത് എന്നതാണ്. ഈ ഇടക്കാല ബഡ്ജറ്റ് ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാകും അവതരിപ്പിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് അവതരിപ്പിക്കുന്ന ബഡ്ജറ്റിൽ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും. പക്ഷേ ഈ ഇടക്കാല ബഡ്ജറ്റിനെ നമ്മളൊന്ന് വിലയിരുത്തി കഴിഞ്ഞാൽ അതിൻ്റെ സാമ്പത്തികമായിട്ട് അതിനെ കണക്കാക്കാനായിട്ട് സാധിക്കുക കേവലം ഓട്ട് ഓൺ അക്കൗണ്ടിൻ്റെ പ്രാധാന്യം മാത്രമേ ആ ബഡ്ജറ്റിന് ഉള്ളൂ എന്നതാണ്. പക്ഷേ കേന്ദ്ര സർക്കാർ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൂടി പരിഗണിച്ച് അതിനെ ഒരു ജനപ്രിയ നിർദ്ദേശങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള ഒരു ബഡ്ജറ്റായി അവതരിപ്പിക്കാനായിരിക്കും ശ്രമിക്കുക. നിർമ്മല സീതാരാമൻ നാളെ ആയിരിക്കും ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. രാവിലെ 11 മണിക്കായിരിക്കും നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുന്നത്. നമ്മുടെ പുതിയ പാർലമെന്റിൽ ആദ്യമായിട്ടാണ് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് എന്നുള്ളതും ഇപ്പോഴത്തെ നാളത്തെ ബഡ്ജറ്റിന്റെ ഒരു പ്രധാന പ്രത്യേകതയാണ്. SK. താങ്ക് യു ആർ രാധാകൃഷ്ണൻ.